ഗുഡ് മോർണിംഗ്. അപ്പം പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. സമയം ഏകദേശം 5:30 5:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പൂക്കോട്ടുംപാടത്തുള്ള വില്ലൂത്ത് അമ്പലത്തിലോട്ടാണ് കേട്ടോ, ശിവക്ഷേത്രത്തിലോട്ടാണ് പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി തുടങ്ങേണ്ട ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വീട് എന്നൊരു സ്വപ്നം. അപ്പം എൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ ഒരു സ്വപ്നമാണ് ഒരു വീട്. അപ്പം അതിനൊരു തുടക്കം കുറിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇത് പറയുന്നത്. അപ്പം ഞാനുണ്ട്, ആൻറ്റി, അച്ഛ, ഏട്ടൻ, സുജ, നന്ദു, മാമ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് റെഡിയായി സെറ്റായി അമ്പലത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വില്ലൂത്തിന്ന് തൊഴുത് ഇറങ്ങി മാരിയമ്മൻ കോവിലിലോട്ട് പോവാട്ടോ. ഇത് വില്ലൂത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിലൊരു സ്പെഷ്യൽ ഒരു ഇതുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതേപോലെ നമ്മുടെ സായോട്ടീൻ്റെ എഴുത്തിനിരുത്തിയതും ഈ അമ്പലത്തിലാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ആ ഒരു പൂജാരി അതൊരു വേറൊരു പോസിറ്റീവ് വൈബാട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഈ അമ്പലത്തിൽ, കുട്ടീനെ ആദ്യാക്ഷരം കുറിച്ചത് ആ പൂജാരിയാണ്. അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ആൻറ്റീനോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ, നന്ദുവിനോടൊക്കെ. അപ്പോൾ ആൻറ്റി മാല ഇട്ടിരിക്കുകയാണ്. ആൻറ്റിയും ഉണ്ണിക്കുട്ടനും മാല ഇട്ടിരിക്കുകയാണ്. അവർ ഡിസംബർ 21 മലയ്ക്ക് പോകും. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും വേഗം തൊഴുതിറങ്ങി. കാരണം നമുക്ക് 6 മണി 6:15 ആകുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റിലോട്ട് എത്തണം. അപ്പം നമ്മൾ വേഗം തൊഴുതിറങ്ങി. മാമേനോട് ഞാൻ എന്തോ പറയാണ് കേട്ടോ. മാമ എന്തോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ എന്തോ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ വേഗം ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാം. കാരണം ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് ഏകദേശം ഒരു 5:15 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയൊരു വിശപ്പ്, ഒരു ചായയിലും കുടിച്ചാൽ സമാധാനമാവും. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറി. നമ്മളെപ്പോൾ പൂക്കോട്ടുംപാടം അമ്പലത്തിൽ വന്നാലും ഈ കടയിൽ കയറി എന്തെങ്കിലും മസാല ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാറുണ്ട്. അവിടെ വരുന്ന സ്വാമിമാരൊക്കെ ഈ ഹോട്ടലുകളിലൊക്കെയാണ് കേട്ടോ കയറൽ. കാരണം അത്രയും ശുദ്ധിയായിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വടയും ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കുടിച്ചു എല്ലാവരും. അവിടെ നിന്ന് നേരെ നമ്മൾ സൈറ്റിലോട്ട് പോവാണ് കേട്ടോ. എത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല മഞ്ഞായിരുന്നു. ഈ ക്യാമറയിൽ എത്ര ഇത് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. സായിനെ അതുകൊണ്ട് അവൾക്ക് തണുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് എത്ര നേരത്തെ എണീറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. എണീറ്റ് ഒന്ന് ഫ്രഷ് ആവുമ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിലെത്തി. കല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, 2-3 ലോഡ് കല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ആശാരിയൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മളങ്ങനെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അധികം ആൾക്കാരും വന്നില്ല, നമ്മളാണ് ഫസ്റ്റ് എത്തുന്നത്.
സായുവിന് തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ വണ്ടിയിൽ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് അവളെ സെറ്റാക്കി നിർത്തി. അവൾക്കങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം അങ്ങനെയൊന്നുമില്ല, അവൾ നടക്കണം. അപ്പം നമ്മുടെ എൻജിനീയർ ചേട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും നമ്മുടെ വീട് പണിയാൻ പോണ കോൺട്രാക്ടർ ഏട്ടനും ഒക്കെ എത്തി. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിൻ്റെ അമ്മയും അനുവേട്ടനും എൻ്റെ രണ്ടാമത്തെ ആൻറ്റിയും മിന്നും കുട്ടേട്ടനും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡീസലുണ്ട്. ഞാൻ എടുത്തിട്ടാണ് പോയത്, മനസ്സിലായോ? ഞാനൊന്നും എടുത്തിട്ടാണ് പോയത്. എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഭൂമി പൂജ, അതേപോലെ കുറ്റിയടിക്കുന്നതിൻ്റെ അങ്ങനെ ഒക്കെ ഓരോ പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാനുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളും എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഒക്കെ ആയിരുന്നേ. അപ്പോൾ എൻ്റെ ക്യാമറമാൻ സുജേഷാണ്, അവനായിരുന്നു കേട്ടോ എൻ്റെ ഫോണ് പിടിച്ചിരുന്നത്. എല്ലാവരൊക്കെ മാലയിട്ടിരിക്കുകയാണ്, എല്ലാവരും സ്വാമിമാരാണ്. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഇങ്ങനെ നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ എവിടെ എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ പ്ലോട്ട് മേടിച്ചു. ഇനി ആ പ്ലോട്ടിലൊരു വീടുണ്ടാക്കാൻ പോവാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്ത് ചെയ്യുമ്പോഴും കണ്ണു നിറഞ്ഞു പോവുകയാണ്. അപ്പോൾ വീടിൻ്റെ ഗൃഹനാഥ ആരാ എന്ന് നമ്മുടെ ആശാരി ചോദിച്ച സമയത്ത് ഞാനാണോ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം തോന്നിയിരുന്ന നിമിഷമാണ് കേട്ടോ. ഒന്നും ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കത് നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം നമുക്കത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും കാണുന്നില്ല, ഒക്കെ ആകെ കൈവേറയും പിന്നെ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊന്നും കാണൂലല്ലോ, ആ ഒരവസ്ഥയായിരുന്നു.
കുറ്റി അടിച്ച് അന്ന് തന്നെ തറക്കല്ലിടാം എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. വെച്ചാൽ രണ്ടും കഴിയുമല്ലോ എന്ന് കരുതി. ഓൾറെഡി നമ്മൾ കല്ലൊക്കെ നേരത്തെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ചടങ്ങും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ പണി തുടങ്ങാമല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ചെയ്തേ. പാടുവോ? പാടുവോ? പാട്ടൊക്കെ പാടും, പക്ഷെ എല്ലാരും മുന്നിലാവുമ്പോ പാടില്ല അല്ലേ? ഒന്ന് പാടി നോക്കാം ആദ്യകുട്ടാ. കുറേ നേരം നിന്ന് മടുത്ത് ലാസ്റ്റ് സുമേൻ്റെ അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. ഇരിക്കാനുള്ള വേറെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു. നല്ല ചൂടുമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലോണം ടയേർഡായി. അപ്പോൾ എനിക്ക് ഇത്രയേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചതൊന്നും ഒരു ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. കാരണം കംപ്ലീറ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോൺ എന്നെ ചതിച്ചത് കൊണ്ട് എനിക്ക് മൊത്തം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഞാനീ പറയുന്നത് കേട്ടോ. കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിരുന്ന വീഡിയോ, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും കിട്ടിയില്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയ കഴിവുള്ള ആളാണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുക,
മ്യൂസിക് ഇടുക, അതൊക്കെയാണ് എനിക്കറിയുള്ളൂ, അതേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.